പാത്രം എവിടാ നിക്കുന്നേന്നറിയാമോ? ഇടയ്ക്ക് ഞാൻ പറഞ്ഞോളാമെന്ന് അവിടെ ഇന്ന് കഴിച്ചു ഇത്ര ആസ്വദിച്ച് കഴിക്കാൻ പറ്റും. ഞാൻ കഴിഞ്ഞിട്ട് വന്നേ അമ്മ എടുക്കട്ടെ. ഒന്നിനും സമയം കിട്ടില്ല. വല്ല ചാവിലും ഒരുങ്ങിതാണ്ട് ഒരുത്തി പോകാൻ ഇരിക്കുന്നുണ്ടോ? കെട്ടൊക്കെ അഴിച്ചുകൊണ്ട് എവിടാ നിക്കുന്നേന്നറിയാമോ? നമ്മളെ കുറച്ച് പേർക്കെങ്കിലും അറിയാം. ക്യാമറ ഇടയ്ക്ക് ഞാൻ പറഞ്ഞോളാമെന്ന്. ചിത്തിയുടെ മുഖം മാത്രമേ ഉള്ളൂ, സഞ്ചിയൊന്നുമില്ല. ഇതാരാന്ന് മനസ്സിലായോ? ഹായ്, ഇതാണ് നമ്മുടെ കുഞ്ഞമ്മ. ഇതെന്റെ കുഞ്ഞമ്മ കേട്ടോ. ഇത് ലളിത ലച്ചൂസ്. എല്ലാവർക്കും അറിയാം. ഇനി ഞാനൊരാളിനെയും കൂടെ കാണിച്ചു തരാം. ഓടി ഒളിച്ചോന്ന് നോക്കട്ടെ. ഇതാണ് നമ്മുടെ ലച്ചൂസ്. ഇങ്ങോട്ടും തിരിഞ്ഞ് നോക്കട്ടെ. ആ കണ്ട, ഇതാണ് ലച്ചു. എവിടെ ഓടുന്നത്? നീ എവിടെ പോയാലും ഞാൻ പിടിക്കും. ഇത് എൻ്റെ കുഞ്ഞാവ. ഞങ്ങളെല്ലാവരും ചോറുണ്ണാൻ പോവാ. അങ്ങനെ ഞാൻ കുംഭഭരണിയുടെ തലേദിവസം എടുത്ത വീഡിയോ ആണ് ഇത്. അപ്പം നാളെ കുംഭഭരണിയാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായി. ഇപ്പോൾ എനിക്ക് ശരിക്കും പനി പിടിച്ചതുകൊണ്ട് എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുത്തിയാട്ട വീട്ടിൽ ചോറുണ്ണാൻ പോവാണ്. അവിടെ സമൂഹ സദ്യ നടക്കുന്നത്. അപ്പം ഞാൻ കുഞ്ഞമ്മ, ലച്ചു, ജയമോന്, കുഞ്ഞാവ, ഞങ്ങൾ ഇത്രയും പേരോടാണ് പോയത്. പക്ഷേ ചെന്നപ്പോഴാണ് കണ്ടത് ഗൈസ്, നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആൾ, ഒത്തിരി നേരം 1.5 മണിക്കൂറോളം നമ്മൾ ക്യൂവിൽ റോഡിൽ നിൽക്കേണ്ടി വന്നു. അപ്പോൾ അത്രയും നേരം ക്യൂ നിന്നതിന് ശേഷമാണ് നമുക്ക് കഴിക്കാൻ പറ്റിയത്. ഇത്രയും ജനത്തിരക്കുണ്ടായിരുന്നു. എന്നാൽ അടുത്തടുത്ത് ഒരുപാട് കുത്തിയാട്ട വീടുകൾ ഉണ്ടായിരുന്നെങ്കിലും പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലായിടും അത്യാവശ്യം നല്ല തിരക്കായിരുന്നേ. അങ്ങനെ ഞങ്ങൾ പാട്ടും പാടി കഥയും പറഞ്ഞ് അവിടെ അങ്ങ് നിന്നു. ഈ ഇല കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ചോറിടുന്നു. വെറുതെയാണ് ഗൈസ്. ഞാനും ഇത് കണ്ടപ്പോൾ ഒരുപാട് വിചാരിച്ചു, അയ്യോ ഇപ്പൊ ചോറ് വീഴുന്നു. പക്ഷെ ഞാൻ ആ ചോറിടുന്ന വീഡിയോ ഒന്നും എടുക്കാനൊത്തില്ല. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നില്ല. ചോറൊക്കെ കൊണ്ട് മുന്നേ കണ്ടപ്പോഴത്തേനും വെപ്രാളം കൊണ്ട് ഒന്നും ഓർമ്മ വന്നില്ല. അങ്ങനെ പിന്നെ ചോറ് വരുന്നതിന് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ വീഡിയോ ഒക്കെ എടുത്തു. ചോറുണ്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ കാണുന്ന കടകളാണ് ഇതൊക്കെ. അപ്പം നാളത്തേക്കുള്ള ഒരുക്കങ്ങളാണ് ഈ കടകളെല്ലാം. തലേ ദിവസം 2 ദിവസം മുന്നേ കടകളൊക്കെ അവിടെ വരും. അപ്പം അതിന്റെ ഒരുക്കങ്ങളാണ്. ഒരുപാട് കടകളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടുന്ന് തിരിച്ച് വരുന്ന വഴി ഞങ്ങളുടെ വീട്ടിലോട്ട് വരുന്നതിന്റെ വാതിക്കലാണ് ഞങ്ങളുടെ ഈ കുതിര. ഇത് ഞങ്ങളുടെ ഭാഗത്തെ കുതിരയാണ്. അതായത് ഞങ്ങളുടെ ഏരിയയിൽ ഞങ്ങളുടെ 1ാം കരയിലെ കുതിരയാണ്. ഇതാണ് ഫസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ബാക്കി കരയിലെ എല്ലാം കുതിരകൾ. അപ്പം ഇത് ഫുള്ള് കംപ്ലീറ്റ് ആയിട്ടുണ്ടേ. കഞ്ഞി കഴിഞ്ഞപ്പോ ഊണ് കഴിഞ്ഞിട്ട് വന്നെങ്കിൽ നമുക്ക് പോയി കഞ്ഞിന്റെ വാങ്ങിച്ചിട്ട് വരാം. കഞ്ഞിയുടെ സമയം എന്തായാലും നടക്കട്ടെ. 4:30 ആകുമ്പോ കഞ്ഞി കൊടുക്കും. വേഗം വണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കഞ്ഞി വാങ്ങിക്കും. പാത്രം ഇതിനകത്തില് കഞ്ഞി അവിടെ ചെല്ലുമ്പോ കാണുന്നു. മല്ലിത്തോക്ക് എല്ലാം ഉണ്ട് കേട്ടോ. 2 പാത്രം ഉണ്ടായിരുന്നു ഇതിൽ. ഞാൻ ഇവർക്കൂടെ കൊണ്ടുവന്നതാ. എന്റെ കയ്യിൽ വലിയ കഞ്ഞി സദ്യയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 3:30 ആയപ്പോഴത്തേനും വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു 4:30 ആയപ്പോൾ വീണ്ടും കഞ്ഞി വാങ്ങിക്കാൻ പോയി. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷകളൊക്കെ തെറ്റിച്ച് മാമനും മാമിയും അനിയത്തിയൊക്കെ അങ്ങോട്ടങ്ങ് വന്നായിരുന്നു. അപ്പോൾ അവർ നേരെ വീട്ടിലോട്ട് വരുമെന്നായിരുന്നു പറഞ്ഞത്. അതുകൊണ്ട് അവർക്കൂടെ കഴിക്കാനുള്ള കഞ്ഞി വാങ്ങിക്കാനാണ് വലിയ പാത്രം എടുത്തുകൊണ്ട് പോയത്. പക്ഷേ പാത്രമായിട്ട് അവിടെ ചെന്നിരുന്നപ്പോൾ അവർ ഫോൺ വിളിച്ചിട്ട് നേരെ ഞങ്ങളുടെ അടുക്കലോട്ട് അങ്ങ് പോകുന്നത്. അങ്ങനെ പിന്നെ എല്ലാം കുറേശ്ശെ വലിയ പാത്രങ്ങളായിരുന്നെങ്കിലും എല്ലാം കുറേശ്ശെ വാങ്ങിച്ചിട്ട് വന്നു. എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കുവാണല്ലോ, പിന്നെ വീട്ടിൽ കൊണ്ടുപോയി വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് കുറേശ്ശെ ഞാൻ പക്ഷേ ഇവിടെ നിന്ന് കഴിച്ചില്ല കേട്ടോ. എനിക്ക് വീട്ടിൽ ചെന്ന് ആസ്വദിച്ച് സമയം എടുത്ത് കഴിക്കണം. ഇനി എനിക്ക് അടുത്ത വർഷമല്ലേ കഴിക്കാനൊക്കത്തുള്ളൂ. ഞങ്ങള് എല്ലാരും വന്നിട്ടുണ്ട്. എല്ലാരും ഉണ്ട്. ഇന്ന് രാത്രി പൊളിക്കുവാ ഞങ്ങളെല്ലാരും കൂടെ. എന്റെ സ്വന്തം അനിയത്തി. അവിടെ ചേട്ടൻ വന്നിട്ടില്ല. അവിടെ ചേട്ടൻ ട്രെയിൻ കയറിയതേ ഉള്ളൂ. ഇപ്പൊ വരും. ഇത്രയും ദിവസം കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഒരു ദിവസമേ കഴിക്കാനൊത്തുള്ളൂ. ഞാൻ അവിടെ നിന്ന് വന്നപ്പോഴത്തേന് ഒരുപാട് താമസിച്ചായിരുന്നു. അപ്പോൾ പിന്നെ അതുകൊണ്ട് ഞാൻ കുറേ കഞ്ഞി വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചേച്ച് ആസ്വദിച്ച് സമയം എടുത്ത് പതുക്കെ രുചിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ മാത്രം അവിടെ നിന്ന് കഴിച്ചില്ല. പിന്നെ അതാണ് എൻ്റെ കൂടെ വരുന്ന ഈ ഗർഭിണി നിങ്ങൾക്കറിയാമോ? ഞാൻ അവളുടെ പേര് ഇങ്ങനെ ഗർഭിണി എന്ന് പറയുന്നതുകൊണ്ട് ഒന്നും തോന്നില്ല. അവളുടെ പേര് സനുജ എന്നാണ്. പക്ഷേ അവളെ എല്ലാവരും വീട്ടിൽ വിളിക്കുന്നത് വാവേന്ന്. അപ്പം ഞാനിപ്പോൾ വാവേ എന്ന് വിളിച്ചാൽ നിങ്ങൾ ചിന്തിക്കത്തില്ല, അവിടെ വയറ്റിലൊരു വാവയായിട്ടും അവളെ വാവേന്ന് വിളിക്കുന്നത്. അതുകൊണ്ടാണ് അവളുടെ പേര് വിളിക്കാതെ ഗർഭിണി എന്ന് വിളിക്കുന്നത്. എനിക്ക് സനുജ എന്ന് വിളിച്ച ഒരു ശീലവും ഇല്ല. എനിക്ക് വാവേന്ന് വിളിച്ച ശീലം. അതുകൊണ്ടാണ്. പിന്നെ അവളും ഒരു യൂട്യൂബർ ആയതുകൊണ്ട് അവളും ഓടി നടന്ന് അവളെ കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിപ്പോൾ ഈ വന്ന് നിൽക്കുന്നത് 2ാമത്തെ കുതിര എടുത്താണ്. ഇത് നമ്മൾ കഞ്ഞി വാങ്ങിക്കാൻ വന്നിടത്തെ കുതിര എടുത്താണ്. ഇത് മുഴുവനായിട്ടില്ല. എന്തായാലും നാളെ വൈകുന്നേരത്തേക്ക് മുഴുവനാക്കിയത്. നാളെ വൈകുമ്പോഴത്തേന് മുന്നായിട്ട് അവരിതെല്ലാം കംപ്ലീറ്റ് ചെയ്യുവേ. അപ്പോൾ പിന്നെ അതും കണ്ട് കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും കഞ്ഞി കുടിക്കാൻ സമയമായിട്ടുണ്ട്. ഞങ്ങൾ പിന്നെ കുറേ നേരം അത് കണ്ടുകൊണ്ട് നിന്ന് പിള്ളേരെല്ലാം അതിൻ്റെ ചുവട്ടിൽ പോയി നല്ല കളിയായിരുന്നു. പിന്നെ ഞങ്ങൾ അത് നോക്കിക്കൊണ്ട് എന്ന് വെച്ച് കുറേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് കഞ്ഞി കുടിക്കാൻ വന്നിട്ടുണ്ടായിരുന്നേ.
അങ്ങനെ കഞ്ഞിയെല്ലാം വാങ്ങിച്ച് വീട്ടിൽ വന്ന് സ്വസ്ഥമായിട്ട് പാത്രത്തിൽ കഞ്ഞി എടുത്ത് അസ്ത്രവും എടുത്ത് മുതിരയും കടുമാങ്ങായും പപ്പടവും എല്ലാം ആയിട്ട് നല്ലൊരു പിടി ഞാൻ പിടിച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊതി വരുന്നുണ്ട്? എനിക്കിത് കഴിച്ചു കഴിഞ്ഞാണെങ്കിലും വീണ്ടും ഇത് കാണുമ്പോൾ വീണ്ടും കഴിക്കാനുള്ളൊരു കൊതിയാണ്. ഇതിൻ്റെ ഒരു രുചി പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കഴിച്ച് കഴിയുമ്പോഴേ നമുക്കറിയത്തുള്ളൂ. അസ്ത്രത്തിനും മുതിരയ്ക്കൊക്കെ എന്നാ ടേസ്റ്റാണെന്നറിയാമോ നിങ്ങൾക്ക്? എനിക്ക് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയത്തില്ല. അമ്മാതിരി ടേസ്റ്റ് ആയിരുന്നു. അത് വർഷത്തിലൊരിക്കൽ കിട്ടുന്നതുകൊണ്ടാണോ അങ്ങനെയെന്ന് അറിഞ്ഞൂടാ. നമുക്ക് വേണമെങ്കിൽ വീട്ടിലുണ്ടാക്കാം, പക്ഷേ എങ്കിൽ ഈ വർഷത്തിലൊരിക്കൽ കിട്ടുന്നതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ ആണെങ്കിൽ ഉണ്ണിയപ്പം, അവൽ നനച്ചത്, പഴം, ഇതൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ അങ്ങനെ ഞാൻ സമാധാനമായിട്ട് കഞ്ഞി ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുകയാണ് ഗൈസ്. എനിക്കിത് കാണുമ്പോൾ വീണ്ടും വീണ്ടും കൊതി വരുന്നു കഴിക്കാൻ. സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ വഴിപാടാണ് ഈ കഞ്ഞി. വഴിപാട് കഞ്ഞി എന്നാണ് ഇതിന് പറയുന്നത്. ഈ കടുമാങ്ങയ്ക്ക് എന്തോ ടേസ്റ്റാണെന്നറിയാമോ? നമ്മൾ എത്ര കഴിച്ചാലും ഈ കടുമാങ്ങ വീണ്ടും വീണ്ടും കഴിക്കും. ആസ്വദിച്ച് കഴിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല പാത്രത്തിലൊക്കെ വാങ്ങിക്കണം. അതുകൊണ്ട് എനിക്ക് കൊണ്ടുവന്നത് കഞ്ഞി, കടുമാങ്ങ, അസ്ത്രം, മുതിര, പപ്പടം എല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുന്നത്. ഞാൻ മോനെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. കഴിക്കാൻ പോകും. സമാധാനത്തിൽ കഴിക്കട്ടെ. എന്താ ടേസ്റ്റ്? ഇനി അടുത്ത വർഷമേ ഉള്ളൂ. അങ്ങനെ കഞ്ഞികുടി എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് എടുത്തതിന് ശേഷം നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ ആണെങ്കിൽ എല്ലാവരും അടുത്തടുത്താണ്, ഞാൻ മാത്രമേ ഉള്ളൂ ദൂരം. ഞാനിത് എപ്പോഴും പറയുന്ന കാര്യമാണല്ലോ. അപ്പോൾ എൻ്റെ ആങ്ങളമാർ രണ്ടുപേരും, എൻ്റെ വല്യച്ഛനും വല്യമ്മയും കുഞ്ഞമ്മയും എല്ലാവരും അടുത്താണ്. അപ്പോൾ പിന്നെ ഈ മാമനും മാമിയും കൊല്ലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരും ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഒടിയങ്ങി വരും. അപ്പോൾ എല്ലാവരും കൂടെ അവിടെ വട്ടത്തിൽ ഇരുന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അവിടെ ആരും ഇല്ല. ജയമോൻ രാവിലെ അങ്ങ് പോകും. വരെ ഹായ് നാത്തൂനെ. അങ്ങനെ ഇതാ ഗർഭിണി വീണ്ടും റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അവൾ ഇത്ര ഒരുപാട് യാത്രയൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണത്തിൽ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അവൾ അവിടെ ചേട്ടനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാത്തിരിപ്പിന് അവസാനം അവിടെ ചേട്ടൻ എത്തിയിട്ടുണ്ട്. ആ കൊല്ലത്തുനിന്ന് ട്രെയിനായിരുന്നേ വന്നത്. അപ്പം ഓടി വന്ന് എന്നെ കണ്ടപ്പോഴത്തേനും കിടന്ന് വട്ടം കറങ്ങും. എൻ്റെ ക്യാമറയും കണ്ടപ്പോഴത്തേനും എങ്ങനെ എസ്കേപ്പ് ആകും ശിവരേന്ന് ആലോചിച്ച് തെക്കോടൊക്കെ നടക്കുവാണ്. വർത്താനം പറയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. ക്യാമറ ഓൺ ആക്കിയതുകൊണ്ട് എന്തോ ചെയ്യണമെന്ന് അറിയാൻ പറ്റാതെ തെക്കോട്ടും വടക്കോട്ടും നോക്കി നിൽക്കുമായിരുന്നേ. ഹായ് 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 ഹായ്. മാമനോ? മാമൻ താണ്ട് ഇപ്പൊ വന്നെന്ന് തോന്നുന്നല്ലോ. ഇനി ചേട്ടാ എവിടെ പോവാ? ചെട്ടുളങ്ങരല്ലോ. ഈ കൂട്ടത്തിൽ ക്യാമറയുടെ മുമ്പിൽ വരാൻ ഏറ്റവും മടിയുള്ള ഒരാളാണ് എൻ്റെ ഈ രണ്ടാമത്തെ ആങ്ങള. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ക്യാമറയ്ക്ക് അതിൽ പിടിച്ച്, ഞാൻ ക്യാമറ ഓണാക്കി വെച്ചേക്കുന്നതായിരുന്നു കശ്മീരിൽ ഫോൺ ചരിച്ച് പിടിച്ചേക്കും. അപ്പം ഞാൻ ചോദിക്കുന്നതിനൊക്കെ മറുപടി പറയുന്നുണ്ട്. പക്ഷേ ഞാൻ ക്യാമറ ഓണാക്കിയത് അറിഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ വണ്ടി വിട്ടങ്ങ് പോയേനെ. എല്ലാവരും നാളത്തെ ഉത്സവത്തിൻ്റെ തിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും പരിപാടിയും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.